ജെയിംസറെ എന്താണ് ഭയങ്കര കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്? അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വരികയാണല്ലോ. ജനുവരി 20 അദ്ദേഹം സ്ഥാനമേൽക്കുന്നു. ഒരുപാട് ഭൂകമ്പം ഉണ്ടാവും പോകുന്നു കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ? ട്രംപിന്റെ ജാതകം കുറിക്കുകയാണ്. ജാതകം ഞാൻ കുറിക്കേണ്ട കാര്യമില്ല, കുറിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കുറിച്ചത് തെറ്റിപ്പോയി. തെറ്റിപ്പോയി. കഴിഞ്ഞ തവണ ട്രംപ് തോൽക്കുമെന്ന് ഒരാൾ ഞാനാണ്. കഴിഞ്ഞ തവണ ട്രംപ് തോൽക്കുകയും ചെയ്തു. പക്ഷെ മധു, ഇത്തവണ ട്രംപ് ജയിക്കുമെന്ന് ഏറ്റവും മുന്നേ പ്രവചിച്ച ഒരാളാണ് ഞാൻ. ജെയിംസറിന് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രംപും ഈ പ്രാവശ്യത്തെ ട്രംപും തമ്മിൽ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണത്തെ ട്രംപ് ഒരു എന്താ പറയുക, അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. പെട്ടെന്ന് ഒരു സിസ്റ്റത്തിനെതിരെ എതിർത്ത് രംഗത്ത് കയറി വരികയും എല്ലാം മാറ്റിമറിക്കുമെന്ന് പറയുകയും പിന്നെ എന്തൊക്കെ കാണിക്കാവോ, പ്രശ്നങ്ങൾ കാണിക്കാവോ അതൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പം ആ ഒരു തരത്തിൽ ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഒരു മെച്യൂരിറ്റി കാണിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന് ഒരുപാട് കേസുകൾ വന്നു, പ്രശ്നങ്ങളുണ്ടായി. അതിൽ നിന്നൊക്കെ പാഠം പഠിച്ച് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് എന്ന് തോന്നുന്നു. കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഒരു ബുദ്ധികേന്ദ്രമുണ്ടോ? യഥാർത്ഥത്തിൽ ഒരുപാട് ബുദ്ധികേന്ദ്രങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ ബുദ്ധികേന്ദ്രം അദ്ദേഹത്തിന് അധികാരത്തിൽ കൊണ്ടുവരാൻ തന്നെ പ്രധാന പങ്കുവഹിച്ച ഒരാൾ ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്കിന്റെ ബുദ്ധി, അദ്ദേഹം ഒരു അമാനുഷ്യ പ്രതിഭയാണല്ലോ. ഏറ്റവും വലിയ സമ്പന്നനാണ്, ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിനെ പോലെ ഒരാള് അതിന്റെ പിറകിലുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു. മസ്കിന് ഒരു കച്ചവട താല്പര്യമുണ്ട്, അമേരിക്കയല്ല ആഗോളതലത്തിൽ. തീർച്ചയായിട്ടും എലോൺ മസ്ക് ഒരു ഗ്ലോബൽ രാജാവാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഇനിയിപ്പോ ഇന്ത്യയിലൊക്കെ വരും. ആഗോള തലത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഇപ്പോഴേ തന്നെ ആയിക്കഴിഞ്ഞു. പക്ഷെ ആഗോള തലത്തിൽ കുറച്ചും കൂടി അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എലോൺ മസ്കിനെ വികസിപ്പിക്കാൻ ഏറ്റവും നല്ല കൂട്ട് ഡൊണാൾഡ് ട്രംപ് പോലെയുള്ള ഒരു ബിസിനസ് രംഗത്തുനിന്ന് വരുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കുമെന്ന് തോന്നിക്കാണണം. അപ്പോൾ ഈ അമേരിക്കയുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം അമേരിക്ക തന്നെ പറയുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് മാറണം. അതിന് ട്രംപ് പറയുന്നത് കോവിഡിൻ്റെ കാരണക്കാർ ചൈനയാണ്, ചൈനയ്ക്കെതിരെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള കെൽപ്പ് ലോകാരോഗ്യ സംഘടനയ്ക്കില്ല. അതുകൊണ്ട് അമേരിക്ക അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആഭ്യന്തര ആരോഗ്യ കാര്യങ്ങൾ അമേരിക്ക നോക്കിയാൽ മതി. ഇത് മാത്രമല്ല, കാനഡ ഇങ്ങോട്ട് ചേർക്കാമെന്ന് ഇപ്പോഴും പറയുകയാണ്. കാനഡയാകട്ടെ ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്തി ട്രൂഡോ, അവസാനം ട്രൂഡോയ്ക്ക് ഒഴിഞ്ഞിട്ട് പോകേണ്ടി വന്നു. ഇതൊക്കെ ഒരു ട്രംപിൻ്റെ ഒരു നയമാറ്റമാണോ, രാജ്യത്തിൻ്റെ നയമാറ്റം? ട്രംപ് എനിക്ക് തോന്നുന്നു ഇത്തവണ കുറച്ചും കൂടി ഒരു കൗശലത്തോടെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ഒരാൾ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ആണ്. കാരണം ഷി ജിൻപിങ് അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ മാന്തി ഒരു എക്സ്പാനിഷ് ഒരു തിയറി അദ്ദേഹം കൊണ്ടുവന്ന ആളാണ്, എല്ലാത്തിനും സാമ്രാജ്യത്വ മോഹനവുമായിട്ട്. പക്ഷെ അമേരിക്ക കുറച്ചും കൂടിയും ആൾക്കാരെ ഉൾക്കൊള്ളൊക്കെ ചെയ്യുന്നൊരു സംസ്കാരം ഉണ്ട്. പക്ഷെ അമേരിക്ക ഫസ്റ്റ് എന്ന തിയറിയുമായിട്ട് വന്നതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടില്ല ട്രംപ്. പക്ഷെ ട്രംപ് എലോൺ മസ്കുമായിട്ട് കൂടിയിട്ടുണ്ടായത് കഴിവുള്ള ആൾക്കാരെ അമേരിക്കയിൽ കൊണ്ടുവരണം, അമേരിക്കയെ വളർത്താനായിട്ട് ഇവർ ഉപയോഗിക്കണം എന്നുള്ള ചിന്തയുണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യക്ക് ഗുണകരമായിട്ട് എനിക്ക് തോന്നുന്നു. H-1B വിസ പോലുള്ള കാര്യങ്ങൾ. ക്രിസ്റ്റീന വൈകിട്ടത്തേക്കുള്ള അമേരിക്കൻ ഡയലോഗ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഇതിന്റെ ഒറ്റ കാര്യം കൂടി, ഈ ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ മണിക്കൂറുകളിൽ ജിമ്മി കാർട്ടറുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ട്രംപിനെ മോഹം കാണിച്ചിട്ട് ട്രംപ് മൈൻഡ് ചെയ്തില്ല. അതിന്റെ ഇടയ്ക്ക് ആൾ വരുമ്പോൾ അത് ഒരു ചെറിയൊരു നോട്ടം നോക്കി ട്രംപ്, പക്ഷെ മൈൻഡ് ചെയ്തില്ല. അതിന്റെ അർത്ഥം തന്നെ കാനഡ അമേരിക്കയുടെ 51ാം സംസ്ഥാനമായി മാറണം എന്നുള്ളതാണ്. പത്രക്കാരോട് പറഞ്ഞത് കാനഡയിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സാമ്പത്തികത പോലെ സാമ്പത്തികമായി തകർന്നാൽ കാനഡയിലെ ആൾക്കാർ തന്നെ അമേരിക്കയുടെ ഭാഗമാവണമെന്ന് ആവശ്യപ്പെടും. അതെ. പിന്നെ ഗ്രീൻലാൻഡ് ഏറ്റവും ധാതു സമ്പത്തുള്ള പ്രദേശമാണ്. ഇപ്പോൾ ഡെൻമാർക്കിന്റെ കൈവശമാണ് 600 വർഷമായിട്ട്. പക്ഷെ അത് ട്രംപിന് വേണം. മകനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പനാമ കനാൽ ഇപ്പൊ കൃഷ്ണൻ ഈ അമേരിക്കൻ ഡയലോഗ് ഒരുപാട് ചെയ്യുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഡൊണാൾഡ് ട്രംപ് കേന്ദ്രീകരിച്ചുള്ള വിഷയങ്ങൾ, അതല്ലാതെ ഒരു വിഷയം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോഴേ മെക്സിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ട്രംപിനെ ട്രോൾ ചെയ്തിട്ടുണ്ട്. കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞാലല്ലോ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നുള്ളത് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റണം. അപ്പോൾ ഈ ക്ലൗഡിയ ഷെയിൻബോം പറഞ്ഞിരിക്കുന്നത് നോർത്ത് അമേരിക്കയെ അമേരിക്ക മെക്സിക്കാനെ എന്നോ മെക്സിക്കൻ അമേരിക്കയോ എന്നോ വിളിക്കണം. തീർച്ചയായിട്ടും അയാളുടെ മെക്സിക്കൻ പ്രസിഡന്റ് വളരെ മനോഹരമായിട്ടാണ് ട്രോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ട്രംപിന്റെ മനസ്സിൽ കാണും. കാരണം ട്രംപ് ഇപ്പോഴത്തെ തവണ വരുമ്പോ ഒരുപാട് പേരോട് വൈരാഗ്യം കാണിക്കുമെന്ന് പറയുന്നുണ്ട്, അറിയില്ല. ട്രംപ് പക്ഷെ കുറച്ചും കൂടി ഒരു മെച്ചൂർ ലൈനിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട്
ഒരുപാട് വരികയും കാണിക്കില്ല, പക്ഷെ ചിലവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയം ഇതിനകത്ത് ജെയിംസറെ ഈ സാധാരണ നിലയ്ക്ക് നമ്മൾ ഈ വാവിട്ട വാക്കെന്ന് പറയുന്ന പോലെ പറഞ്ഞ് പിന്നീട് റിപ്പീറ്റ് ഇല്ലല്ലോ. പക്ഷേ ട്രംപ് പറയുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ്. ഇപ്പം പനാമ കനാലായാലും ഈ ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൊങ്ങയ്ക്കും കയറി പിടിച്ചു. ഈ പറയുന്ന വാതകം എണ്ണയും കയറ്റുമതി കൂട്ടിയില്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക മാക്സിമം കപ്പാസിറ്റിയിലാണ് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപിനോട് ചോദിക്കുമ്പോൾ ട്രംപ് പറയുന്നത് അടുത്ത 4 വർഷം ഉൽപ്പാദനം കൂട്ടും, അതുകൊണ്ട് നിങ്ങൾ റെഡി ആയിക്കൊള്ളാൻ. അല്ലെ, പണ്ട് മുതലേ ട്രംപിന് യൂറോപ്യൻ രാജ്യങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല, നാറ്റോയോടും. കാരണം അമേരിക്കയുടെ പണം എടുത്ത് യൂറോപ്പ് ശക്തിപ്പെടുത്തേണ്ട കാര്യം അമേരിക്കയ്ക്കില്ല, അമേരിക്ക തന്നെത്താൻ തന്നെ ശക്തമാണെന്നാണ്. ജർമ്മനിയുടെ ചാൻസലർ ആംഗല മെർക്കലുമായിട്ട് വലിയ എതിർപ്പായിരുന്നു, അടിയായിരുന്നു. കാരണം യൂറോപ്പിനെ അതീശത്വം അല്ലെങ്കിൽ യൂറോപ്പ് അമേരിക്ക സഖ്യത്തില് ഏറ്റവും കൂടുതൽ വിള്ളലുണ്ടാക്കിയത് ജർമ്മനിയും ട്രംപുമായിട്ടുള്ളതാണ്. പിന്നീട് തിരിച്ച് ജോ ബൈഡൻ വന്നപ്പോഴാണ് ആ ബന്ധം ശക്തമായത്. ഉക്രൈൻ യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ പൈസ അമേരിക്ക ഇറക്കുന്നു, യൂറോപ്പ് അതിന്റെ ഫലം അനുഭവിക്കുന്നു. യൂറോപ്പ് കാശ് ഇറക്കട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ രീതിയിൽ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം ജെയിംസർ, ഈ ഇപ്പം യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധവും അവസാനിക്കാൻ സാധ്യതയുണ്ട്? അതിനൊരു വലിയ സാധ്യത കാണുന്നുണ്ട്. ജെയിംസർ എന്ത് ചെയ്യും? അല്ല, ഞാനോ താങ്കൾ എന്ത് ചെയ്യുന്നു ചിന്തിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും എങ്ങനെയൊക്കെ ജീവിച്ചോളാം. പക്ഷേ മധുവിന് നല്ല ഒരുപാട് ചാൻസ് വരുന്നുണ്ട്. കാരണം അമേരിക്കയിൽ എല്ലാ ദിവസവും വാർത്തയായിരിക്കും. അപ്പൊ മറ്റേ കച്ചവടത്തിനൊന്നും സമയം കിട്ടത്തില്ല, ബിസിനസ്സിനൊന്നും പോകാൻ പറ്റത്തില്ല, വാർത്തകളുടെ ലോകത്തേക്ക് തിരിച്ചു വരുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാലേ ഇപ്പം ഇന്ത്യ US റിലേഷൻ എന്ന് പറയുമ്പോൾ ട്രംപ് മോദി ഫ്രണ്ട്ഷിപ്പ് കൂടെ നമ്മൾ കണക്കിലെടുക്കും. അപ്പോൾ ട്രംപ് ഇപ്പോഴും പറയുന്നുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്താണ് മോദി, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. അതേസമയം തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഇതേ നയമാണ് തുടരുന്നതെങ്കിൽ അമേരിക്ക അത് വെച്ച് പൊറപ്പിക്കില്ല, നികുതി ഭീകരത ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നയത്തിൽ ഈ പറയുന്ന മോദി ട്രംപ് ഫ്രണ്ട്ഷിപ്പ് നിൽക്കവേ തന്നെ വളരെ കർക്കശമുള്ള കാര്യങ്ങൾ. ഇത് രണ്ട് ഇതാണ്. ഈ അദ്ദേഹം രാഷ്ട്രീയക്കാരനേക്കാൾ കൂടുതൽ ബിസിനസ് രംഗത്തുനിന്ന് വരുന്ന ആളാണ്. അമേരിക്കയ്ക്കും തനിക്കും എന്ത് നേട്ടം എന്നുള്ള ഒരു ഇതില് കൃത്യമായി ബിസിനസ് പറയുന്നത്. കച്ചവടക്കാരുടെ ഇതെന്താണ്, അതിൽ ആത്മബന്ധമൊന്നുമില്ല. മോഡിയായിട്ട് സുഹൃത്തുക്കളാണ്, അത് ഇന്ത്യയോട് ചെറിയ സൈഡ് കാണിക്കും. അദ്ദേഹത്തിന് പാകിസ്ഥാനോടും ചൈനയോടൊക്കെ ഒരു തരത്തിലുള്ള എതിർപ്പുണ്ട്, അതുകൊണ്ട് ഇന്ത്യയോട് കാണിക്കും. പക്ഷേ ബിസിനസിന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ പക്ഷപാതിത്വം തനിക്ക് ഗുണകരമായ രീതിയിൽ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവിടുത്തെ ബിസിനസ്സുകാരെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു, അഡാനിയെ പോലുള്ള ആൾക്കാരെയൊക്കെ. അപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ താനും അമേരിക്കയും പിന്നെ ഇലോൺ മസ്ക് തന്നെ ജയിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം കൊടുക്കും. അത് വിവേക് രാമസ്വാമി ആയാലും എലോൺ മസ്ക് ആയാലും മറ്റുള്ളവരായാലും. അപ്പൊ അതുകൊണ്ട് ട്രംപ് വരുമ്പോ അങ്ങനെ അത്ര സുഖകരമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രംപ് വാർത്തകൾ തരുമെന്നാണ് ജെയിംസ് സാർ പറഞ്ഞത്. അത് ക്രിസ്ത്യൻ തിരക്കാവാൻ പോവാണ്. ജെയിംസ് സാറിന്റെ ഇതനുസരിച്ച് ഞാനും തിരക്കാവാൻ പോവാ. അല്ല, പക്ഷെ വേറെ കാര്യം പറയാം, യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധവും ഒക്കെ അവസാനിപ്പിക്കുന്നത് പറയുമ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതുവരെ ഇപ്പൊ ഖത്തറിനാണ് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് അമേരിക്കയുമായിട്ട്. അത് പതുക്കെ വീണ്ടും പഴയ പോലെ സൗദി അറേബ്യ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് മാറും. കാരണം സൗദിയിലെ രാജകുമാരനുമായിട്ട് വലിയ ബന്ധം ഉള്ള ആളാണ് ട്രംപ്. ട്രംപിന്റെ മരുമകൻ കുഷ്ണർ, ഇവരൊക്കെ വലിയ രീതിയിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ സൗദി പഴയ സഖ്യകക്ഷിയാണ്, അതിലേക്ക് വീണ്ടും തിരിച്ചു വരികയും ഇറാനോട് കൊടുത്ത കടുത്ത നിലപാടെടുക്കുകയും ഇതൊക്കെ വീണ്ടും പശ്ചിമേഷ്യയിൽ വേറെ തരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ജെയിംസ് സാറിന്റെ വാക്ക് പൊന്നായി വരട്ടെ, കൂടുതൽ വാർത്തകൾ, നല്ല വാർത്തകൾ. ഒരു സാധനം ഞാൻ എഴുതി വെച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ബിസിനസ്സുകാർ ആത്മബന്ധം സൂക്ഷിക്കുന്നവരല്ല, മധുചേട്ടനെ സൂക്ഷിക്കണം, മധുചേട്ടനെ സൂക്ഷിക്കണം. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അവരുടെ രാജ്യത്തിന് അവർക്ക് വേണ്ടി എന്ത് നേട്ടം നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ട്രംപ് വരുന്നത് ഇപ്പോ തൽക്കാലത്തെങ്കിലും ഗുണമായിരിക്കും. ഭാവി എന്താണെന്ന് ഇത് എനിക്ക് പണിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കും.